പട്ടികജാതി യുവതി ബിന്ദു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ച ദുരവസ്ഥയിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കടമ നിർവഹിച്ചോ എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രണ്ടാം സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൽ ആശാ വർക്കർമാർ, KSRTC ജീവനക്കാർ, ബിന്ദുവിനെപ്പോലെയുള്ള സാധാരണക്കാർ ഇവർക്കൊക്കെ ആഘോഷമുണ്ടോ എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. 26-ാം തീയതി വാർഷിക ആഘോഷ പരിപാടിക്ക് ബദലായി സർക്കാർ നടപ്പിലാക്കാത്ത പദ്ധതികളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി സർക്കാർ തുടർഭരണത്തിന്റെ ആഘോഷ പരിപാടികൾ നടത്തുമ്പോൾ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നതിന് ഉദാഹരണമാണ് ആശാ വർക്കർമാരുടെ സമരവും പട്ടികജാതി യുവതി ബിന്ദു നേരിട്ട പീഡനങ്ങളുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു ദളിത് സമുദായത്തിന്റെ ബിന്ദുജിന്റെ പരാതി അദ്ദേഹത്തിന്റെ ഓഫീസിന് 15 ദിവസം ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് അങ്ങനെ വിട്ടത്. പോലീസ് കമ്മീഷണർ ഇന്ന് പറയുന്നു ഈ SIനെ സസ്പെൻഡ് ചെയ്യുന്നു, മറ്റേത് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുന്നു. ആരാണ് ഹോം മിനിസ്റ്റർ? അപ്പൊ ഹോം മിനിസ്റ്റർ അല്ലേ രാജിവെക്കേണ്ടത്? മകളുടെ കമ്പനിയിൽ കാശ് വരുമ്പോൾ SFI ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ചെയ്യുന്നില്ല. എന്നിട്ട് ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രി ഇത് സ്ക്വയർലി അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, ചുമതലയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും പറയുന്നില്ല. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതി യുവതി ബിന്ദു അനുഭവിച്ച പീഡനം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്റെ കടമ നിർവഹിച്ചോ എന്ന് രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നു. ഈ CPM സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്റർ. 15 ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബിന്ദുജി ഒരു പരാതി കൊടുത്തു, അതിന് ഒന്നും ചെയ്തില്ല. പോലീസ് കമ്മീഷണർ ഒരു പരാതി കൊടുത്തു, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ ആഘോഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഹോം മിനിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ നടത്തി, എന്ത് ചെയ്തില്ല, എന്ത് ചെയ്തു ഞാൻ അദ്ദേഹത്തോട് എന്റെ റിക്വസ്റ്റ്. മുഖ്യമന്ത്രി തന്റെ കടമ നിർവഹിക്കുന്നില്ല, ആഘോഷങ്ങൾ മാത്രമാണ് നടത്തുന്നത്. ഇത് ആഘോഷങ്ങൾ നടപ്പിലാക്കേണ്ട സമയമല്ല, ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കേണ്ട സമയമാണെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.